you can see the trailer of Indian 3 at the end of the Indian 2 movie. അല്ല പ്രൊഡ്യൂസർ വേണ്ടേ, അത് സംസാരിക്കാണ്ടിരിക്കുകയാണ്. നെഗോസിയേഷൻ തുടങ്ങി. நீங்க சொல்ற அதே பதில தான் நான் சொல்ல போறேன். நீங்க நல்லவரா கெட்டவரா, அதுக்கு என்ன மாதிரி பதில் நீங்க சொல்லுவீங்களோ அதே மாதிரி பதில் தான் சொல்வேன். இன்னும் கண்டுபிடிச்சு முடிக்கல, நான் ഡിസൈഡ് பண்ணல. എനിക്ക് ഓരോ പ്രാവശ്യവും ഇവിടെ വരുമ്പോൾ ഓർമ്മകൾ പുറകോട്ട് പോവുകയാണ്. ഇന്ന് ഞാൻ ഇവിടെ വന്നെത്തിയപ്പോൾ 600 എത്ര ഉണ്ട്, 630 പ്രിന്റ്സാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. എൻ്റെ ഓർമ്മകൾ went back to Vishnu Vidiyam when we released 15 prints, and they said, "Nee star avamada," ennu പറഞ്ഞു. അതും പറഞ്ഞിട്ട് 50 കൊല്ലത്തിനേറെ ആയി. ഇന്നും എന്നെ സ്വീകരിക്കുന്ന, എന്നോട് സ്നേഹം കാണിക്കുന്ന പ്രേക്ഷകർക്ക് എന്നും നന്ദിയുണ്ട്. ഇതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചതല്ല, ഇത്രയും ദൂരം എൻ്റെ യാത്ര ആയിരിക്കും എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ബട്ട് ഐ ആം ഹിയർ. Indian 2 പോലും ഞങ്ങൾ വിചാരിച്ചതല്ല. Now it is there. I think in the world, after Cecil B. DeMille and Hitchcock, Shankar sir is the person who was doing the same film again after 28 years. ഞാനും അതുപോലെ അതിൽ കൂടുന്നു. ദാറ്റ് ഇസ്, ഐ എം പാർട്ട് ഓഫ് ദാറ്റ് എൻഡവർ. ആൻഡ് ഇത് എൻ്റെ പടമാണ്, ശങ്കർ സാറിൻ്റെ പടമാണ് എന്നൊക്കെ പോസ്റ്ററിൽ അടിക്കാം. ബട്ട് സാറ് പറഞ്ഞ പോലെ ഇതിൽ ഒരുപാട് ടെക്നീഷ്യൻ്റെ എനർജി, വർക്ക്, എന്തൂസിയാസം ആൻഡ് സ്കിൽ കാണാം പടത്തിൽ. ദ മേക്കപ്പ് തൊട്ട്, not only for Senapati's makeup, but other people's makeup, because he was working with me for some time. From that, this 28 years, makeup has improved, and especially a Malayali has come to the forefront. I see him working in very many good important films which are demanding international standards. അതൊക്കെ ഇവിടെ നിന്ന് പഠിച്ചാണ്, ആഗ്രഹം കൊണ്ട് പഠിച്ചാണ് അതൊക്കെ. സോ ഐ കൺഗ്രാജുലേറ്റ്. ഞാനും അങ്ങനെയാണ്. ഐ എം എ സ്റ്റുഡൻറ്റ് ഓഫ് സിനിമ. സോ ദിസ് ഹാസ് ബ്രോട്ട് മീ ഹിയർ. ഐ എം വെരി കോൺഫിഡൻറ്റ് ദാറ്റ് ഇഫ് യു ലൈക്ക് ദ പിക്ചർ, യു വിൽ മേക്ക് ഇറ്റ് എ റെക്കോർഡ് ഫിലിം. യു ഹവ് നെവർ ലെറ്റ് മീ ഡൗൺ. ആൻഡ് സോ വി ഹാവ് ഓൾസോ ട്രൈഡ് നോട്ട് ടു ലെറ്റ് യു ഡൗൺ. എന്തൊക്കെ നിങ്ങൾ അറിയാവുന്ന വിദ്യകളെല്ലാം കാണിച്ചിട്ടുണ്ട്. We hope that you will like it. Of course, I miss Nedumudi Venu. While we were acting, he said almost Suvillal Kadana Arayo. But I almost missed the film എന്ന് പറഞ്ഞു. ഇല്ല, നമുക്ക് ഇത് ആഘോഷിക്കുമ്പോൾ അവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞു. ഇപ്പോഴും ഞാൻ കാണുന്നുണ്ട്. എൻ്റെ മനസ്സിൽ ഇവിടെ അയാളുള്ള പോലെ തോന്നുന്നു. ഇറ്റ് ഇസ് നോട്ട് എ വെരി മൂവിങ് സീൻ. ഫിലിം കാണുമ്പോൾ അത്ര മൂവിങ് ആയിരിക്കില്ല, പക്ഷെ എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു. Whenever I see, I dub the film, I know that he is there and he is not there. ആ സെയിം എമോഷൻ നിങ്ങൾക്കും ഉണ്ടാവും. ബിക്കോസ് ഐ ഓൾവേസ് സെഡ്, ഇപ്പോൾ ഈ രംഗത്തെ വെച്ച് പറയുന്നില്ല, വൺ ഓഫ് മൈ ഫേവറേറ്റ് മലയാളം ആക്ടേഴ്സ് നെടുമുടി വേണുവാണ്. ഐ ഓൾവേസ്, ഈവൻ ഇന്ത്യൻ 1 സമയത്തും ഞാൻ പറയുന്ന ഒരു സത്യമായിരുന്നു, എന്നും അത് പറയുന്നു. ആൻഡ് I have many friends in Kerala and many critics and many people who sculpted me to what I am today. I am ഒരു ചെറിയ where all this product is made എന്ന് പറയുമ്പോൾ എൻ്റെ പേരിൻ്റെ മേഡ് ഇൻ കേരള എന്ന് പറഞ്ഞാൽ it not only Tamil Nadu,
പാർട്ടായിട്ട് വേറെ എക്സ്പേർട്സിന്റെ കയ്യിൽ കൊടുത്ത് ചെയ്ത ഒരു പ്രോഡക്റ്റാണ് ഞാൻ. സോ ദാറ്റ് ഇസ് വൈ ഐ എം ഏബിൾ ടു become a pan-Indian actor. And I thank all of them. Yesterday we were in Hyderabad to the same enthusiasm from the media and the people. I hope this enthusiasm spreads to the people also. And I know it is in capable hands. തുടങ്ങുമ്പോൾ ശങ്കർ സാറിന്റെ കയ്യിൽ കൊടുത്തു, ഇപ്പോൾ towards release ഗോപാലൻ സാറിന്റെ കയ്യിലാണ്. So I'm sure that you will make it a worthwhile thing for all of us. Thank you. Namaskaram. Thank you so much. Just to raise it. Hello. നമസ്കാരം. ആദ്യം തന്നെ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കമലഹാസൻ സാറിനെയും ശങ്കർ സാറിനെയും വെൽക്കം ചെയ്യുകയാണ് ഞങ്ങൾ. കമൽ സാർ 1996 ഇന്ത്യൻ സിനിമ കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ. രണ്ടാം ഭാഗം എത്തുമ്പോൾ അതിനും അപ്പുറത്തേക്ക് പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. ആ ഒരു ചേഞ്ചിങ്, ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യൂ സാർ. ഈ പ്രതീക്ഷ ഉണ്ടാകും എന്നുള്ള പേടി ഞങ്ങൾക്കും ഉണ്ട്. അത് കഥ എഴുതാൻ തുടങ്ങുമ്പോഴേ അത് സാർ പറഞ്ഞാണ്. വലിയ രംഗത്തൊക്കെ അത് പറയുന്നുണ്ട് സാർ. ഇത് എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ആദ്യം ലിസ്റ്റ് എടുത്തു, പിന്നെ എന്തൊക്കെ ചെയ്യാം എന്നുള്ള ആഗ്രഹങ്ങൾ അതിൻ്റെ ഒരു ലിസ്റ്റ് എടുത്തു. അതും കഴിഞ്ഞിട്ടാണ് ഈ തിരക്കഥ ഉണ്ടാക്കിയത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ പ്രതീക്ഷയും ഞങ്ങളുടെ ആഗ്രഹവും കണ്ടുമുട്ടുന്ന ഒരു സ്ഥലമായിരിക്കും ഈ സ്ക്രീൻ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നെക്സ്റ്റ് സാർ, അപ്പോൾ ഒരു 1.5 മാസമായിട്ട് സാർ കൽക്കിക്ക് വേണ്ടി ട്രാവൽ ചെയ്യുന്നു, ഇന്ത്യൻ ടൂറിന് വേണ്ടി പല സ്ഥലങ്ങളായിട്ട് ട്രാവൽ ചെയ്യുന്നുണ്ട്. ഓൺ ദി അതർ സൈഡ് സാർ ഇന്ത്യയിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറുള്ള ഒരാളാണ്. എങ്ങനെയാണ് സാർ ഇത്രയും എനർജറ്റിക്കും ഇത്രയും മോട്ടിവേറ്റഡ് ആയിട്ട് ഒരു സിനിമ ഇത്രത്തോളം പുഷ് ചെയ്യാൻ പറ്റുന്നത്? Where does the energy come from to do this? Okay. ഒരിക്കൽ ഇവിടെ വന്നവർ ആ പ്ലാസ് വാങ്ങിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഈ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ എനർജി എവിടെ നിന്ന് വരുന്നു എന്നുള്ള കാര്യം മനസ്സിലാവും. ഇതാണ് എൻ്റെ എനർജി. ശമ്പളം അതൊക്കെ ഓക്കെ, അതിന് ടാക്സ് കൊടുക്കണം. ഇതിന് ആരും എന്നോട് ടാക്സ് ചോദിക്കാൻ പറ്റില്ല. So that is where my energy comes from. Your enthusiasm to watch me on screen makes me go on screen. Thank you. Next. How has your approach towards playing Senapati evolved during these years? Keep the mic close. Hello. How has your How has it evolved? എങ്ങനെയായിരുന്നു ആ ഒരു ഇവോൾവ്മെന്റ് ഉണ്ടായിരുന്നത്? Let me start with the very first is സാറ് പറഞ്ഞില്ലേ എൻ്റെ അച്ഛൻ്റെ ഫോട്ടോഗ്രാഫും ചേട്ടൻ്റെ ഫോട്ടോഗ്രാഫും ഒക്കെ അതൊക്കെ കൊടുക്കുന്നത് ഞങ്ങളുടെ കൺസെപ്ഷൻ. പക്ഷെ അത് ഒരാൾ ചെയ്ത് കാണിച്ചു. ദാറ്റ് ഇസ് മൈക്കൽ വെസ്റ്റ്മോർ 28 years back. He did something for us which was not available anywhere in India. No other Indian actor could get that. We were very grateful. After 28 years, he had retired. But without any sort of big effort, or he helped other young makeup men come up with newer techniques, there were a lot of problems because some of the chemicals didn't agree with me. We had to stop shooting. So they changed. It is like a laboratory science. ഇത് വലിയ റോക്കറ്റ് സയൻസ് ഒന്നും ഇല്ല എന്ന് പറയാറുണ്ട്, പക്ഷേ ഇറ്റ് ഈസ് റോക്കറ്റ് സയൻസ്. ആൻഡ് സോ മെനി പീപ്പിൾ വർക്ക്, സോ മെനി കെമിസ്റ്റ് വർക്ക് ടു മേക്ക് ഇറ്റ് possible that I could continue
working without problem and continue working in other films also after this. So അവരൊക്കെ ഉണ്ട്. And the stunt അവരുടെ the dialogue, everything has changed over time and we are trying to catch up, but we know that you will be kind to an old man like Senapati. So we've tried our best. The old man has tried his best. സർ, കമൽ സാർ എപ്പോഴും ഫ്യൂച്ചറിലുള്ള ഒരാളാണെന്നാണ് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ സിദ്ധാർത്ഥിന്റെ ചിത്ത എന്നുള്ളൊരു സിനിമ ഇറങ്ങി, മഹാനദി എവിടെയാണോ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചത് അവിടെയാണ് ചിത്ത കഥ പറഞ്ഞ് തുടങ്ങിയത്. സാറ് വിക്രത്തിന്റെ കഥ പറയാൻ വേണ്ടി ലോകേഷ് പറയുമ്പോൾ ലോകേഷിനോട് ചോദിക്കുകയാണ് നമ്മളിപ്പോൾ ഇതാണോ ചെയ്യേണ്ടത് എന്നുള്ളത്. സാർ എപ്പോഴും ഫ്യൂച്ചറിലാണ്. എപ്പോഴും കമൽ സാർ ഒരു കാര്യം പറഞ്ഞ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് 20 വർഷത്തിന് ശേഷമാണ്. എങ്ങനെയാണ് എപ്പോഴും ഈ ഫ്യൂച്ചറായിട്ട് അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ കമൽഹാസൻ എന്ന പ്രതിഭയിലൂടെ മാത്രം മനസ്സിലാക്കുന്നത്? അല്ല, അത് അങ്ങനെയല്ല. നോബഡി ക്യാൻ സീ ബിയോണ്ട് ദെയർ എലിമെന്റ്സ്, അതാണ് സത്യം. ബട്ട് ഈ കച്ചവടത്തില് അത് കുറച്ച് താമസിക്കും. ആ താമസമാണ്. ഇഫ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്, that means it's already ready for you to see. You can understand it. You understand a film by Nolan. Nolan's picture runs well here. The reason why we don't do it is there are certain rules in the business of cinema. You are ready, I am ready. ഈ താമസം കച്ചവടം ഉണ്ടായിരിക്കാം, ചിലപ്പോൾ you are not ready എന്നായിരിക്കാം. But we are all clever people, but we must be given opportunity. Nobody sees the future so clearly, at least not me. Don't blame me for that and push me towards future. I'll be much older if you push me to future. Use me now as I am. If you say സാരെല്ലാം ഫ്യൂച്ചറാണ്, പിന്നെ മനസ്സിലാവും എന്ന് തത്കാലം കൈയടിക്കേണ്ട സമയത്ത് മിണ്ടാതിരുന്ന കുഴപ്പമാവും. ഇപ്പോൾ ഇഷ്ടപ്പെട്ട കൈയടിച്ചേക്കണേ. You are the only person who pursue Gandhi in the true form. സാറ് പറഞ്ഞിട്ടാണ് ഗാന്ധിജി 2 കൈകൾ കൊണ്ട് എഴുതിയിരുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. സാറിന്റെ കോസ്റ്റ്യൂം ഡിസൈൻസിലെ ഡിസൈൻസിൽ വരുന്നതെല്ലാം ഖാദി തുണികളാണ്. ആൻഡ് യു ഓൾവേസ് സ്പീക്ക് അബൌട്ട് നോൺ വയലൻസ്. പക്ഷെ സാർ ചെയ്യുന്ന വിക്രമായാലും സേനാപതി ആയാലും ദേ ഡീൽ തിങ്സ് വിത്ത് വയലൻസ്. സോ അതൊരു കോൺഫ്ലിക്റ്റ് ആവാറുണ്ട് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ. അല്ല, മിസ്റ്റർ ഗാന്ധി, നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും മഹാത്മാഗാന്ധി എന്ന് പറയാറില്ല. കാരണം I started off being a critic of Mr. Mohandas Karamchand Gandhi. Then I became a fan. ഒരിക്കലും ഭക്തനാവാൻ സാധ്യതയില്ല, ആവില്ല. Because I am made like that. But let me tell you, ഈ വീരം വയലൻസ് രണ്ടും കണക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ നോക്കിയാൽ the height of valor is അഹിംസ. ഗാന്ധിയെ പോലെ ജീവിക്കാൻ അസാധ്യ ധൈര്യം വേണം, വീരം തന്നെയാണ്. ആക്ച്വലി ബോത്ത് ആർ ബ്രദേഴ്സ് വിത്ത് എ ഡിഫറെന്റ് ഫേസ്, സെയിം കോയിൻ വിത്ത് എ ഡിഫറെന്റ് സൈഡ് ടു ഇറ്റ്. ഒരാൾ അത് ഉപയോഗിച്ചു, ഒരാൾ അത് അങ്ങനെ പിടിച്ചു വെച്ച് യു ക്യാൻ ഹിറ്റ് മീ ആസ് മച്ച് ആസ് യു ലൈക്ക് ബട്ട് ഐ വിൽ ഗോ ബൈ ദ ലോ എന്ന് പറയുന്നതാണ്. രണ്ടും ശരിയാണ്. ഈ ലോകത്ത് രണ്ടും ആവശ്യമാണ്. ഞാൻ വാട്ട് ഡു ഐ ചൂസ് എന്നുള്ളതാണ് മുഖ്യം. You will see the film, he has written nice dialogues, so I don't want to say it before he says it on the screen. ഇതിൻ്റെ നിങ്ങളുടെ ചോദ്യത്തിൻ്റെ ഉത്തരവൊക്കെ അതിലുണ്ട്, ഡയലോഗ്സിലുണ്ട്. All the same thing. Why are you then wearing Senapati's uniform if you so believe in Gandhi? So he is also a man who doesn't take Gandhiji lightly. He takes him to be a very serious answer to today's questions. So you will see that in the film. I think you will get the answer. I hope. Yes, please. Sir, Kamal sir, ഇപ്പം റീസെൻ്റ്ലി ഈ മൂവിയുടെ പ്രൊമോഷന് വേണ്ടി മലേഷ്യയിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ എയർപോർട്ടിൽ PM-നെ കണ്ടിട്ട് തിരിച്ചു വന്നപ്പോൾ എയർപോർട്ടിൽ തടഞ്ഞു നിർത്തി. അപ്പോൾ
അതിലെ ഒരാൾ സെക്യൂരിറ്റി ഓഫീസർ പറഞ്ഞു നിങ്ങൾ ആരൊക്കെയാണെങ്കിലും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എനിക്ക് മാറ്റാൻ പറ്റില്ല, അത് ഞാൻ ഫോളോ ചെയ്യുന്നു പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു അവനാണ് യഥാർത്ഥ ഇന്ത്യൻ എന്ന് എസ് ജെ സൂര്യ റീസെന്റ് അതൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞു. അത് ഭയങ്കര വൈറലായി, അതൊക്കെ ഒരുപാട് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്തു. സോ സാറിനോട് തന്നെ ചോദിക്കുകയാണ്, ഒരു ഇന്ത്യൻ യഥാർത്ഥത്തിൽ എങ്ങനെയായിരിക്കണം? Exactly. When we say that ഇനി മഹാത്മാഗാന്ധി പോലെ ഒരാള് ജീവിക്കുന്ന അല്ലത് ജനിക്കുന്ന കഷ്ടമാണ് എന്ന് പറയുന്നത്, അങ്ങനെ ഇല്ല എന്നുള്ളത് തീർച്ചയായും. നിങ്ങൾ എവിടെയെങ്കിലും അന്തരീക്ഷത്തിൽ നോക്കിയോ ഒരാളുണ്ടോന്ന്? ഉണ്ട്. ഈസ് സ്റ്റാൻഡിങ് ഔട്ട്സൈഡ്. അയാൾക്ക് ഇവിടെ അകത്ത് കയറാൻ താല്പര്യം ഉണ്ടാവില്ല. But he might be the next Gandhi, but we have to recognize it. That starts with that airline counter guy who says, "I'm sorry." They said, "We'll connect you to the PM's office." He said, "Okay, give me, I'll talk to the PM." Aa dhairyam, aa valor, I appreciate it. Other people were slightly upset of missing the flight, but we've got the right track. Flight to Visakhapatnam, but journey we've caught it. That is what I was saying, and I meant it seriously. And this film talks about that. The onus of honesty cannot be always transferred to somebody else. അയാൾ ഹോണസ്റ്റായി ഇരുന്നിരിക്കണം എന്ന് പറയുന്നേക്കാൾ ഞാൻ അങ്ങനെ ആയിരുന്നോ ആ സമയത്ത് എന്ന ചോദ്യമാണ് ആവശ്യമായ ചോദ്യം. That question is asked by the film. The answer is shown in the film. So that is very important for me. And thank you for saying that. But that is not a PR. We planned it. It happened. And we all Indians who are honest become our champions. சங்கர் சார், நிறைய ஆக்டர்ஸ் நீங்க அவருக்கெல்லாம் நடிச்சு காட்டணுமா சொல்லுங்க? ஒன்றும் இல்லை, கதை சொல்லும் போது வாங்கிக்கிறாங்க, உள்ள சீனை படிச்சு பார்த்தாலே போறோம். அவங்க வந்து என்ன வேணுமோ கரெக்டாக கொடுத்துருவாங்க. எங்கேயாவது ஒரு சின்ன இப்படி இருக்கலாமா அப்படி இருக்கலாமா அப்படின்னு தோணும் போது மட்டும் அவர்கிட்ட டிஸ்கஸ் பண்ணி பண்ணுவோம். நம்மலாம் ஒன்றும் அவருக்கு வந்து நடிப்பு வந்து சொல்லிக் கொடுக்க வேண்டிய அவசியம்லாம் இல்லை. തവര ഞാൻ കണ്ടത് സെറ്റിൽ വെച്ച് കണ്ടത് ഞാൻ പറയാം. ഡയറക്ടർ he calls for a Bobby Sinha, he calls for Siddharth. He only looks at the photograph and decides this man will play. He wants that voice, he wants that face. I've never seen him act and show. He only saw the positions. He wants the quality to be of that actor, and that is the job of an actor. That is why we are paying so much to the actors, not so that the director can up his BP by conducting every actor's role. The best part of an actor is to bring the best from every actor, however small he is. And you will see that in this film. There are certain scenes, and even in the next part, there are certain scenes where small actors would have excelled. சார், இந்தியன் பார்ட் 1ல வந்து காந்தி இந்த இந்தியன் தாத்தாவுக்கு வந்து மீசை இருந்த மாதிரியும், அப்புறம் கமல் சார் கூட நடந்த ஒரு டிஸ்கஷன்ல தான் இந்த மீசை வேணாம், அப்படி கிளீன் ஷேவா இருந்தால் ரொம்ப நல்லா இருக்கும்னு கேள்விப்பட்டிருக்கேன். அது உண்மை? அது சாரோட சஜஷன். ஆக்சுவலி அவருக்கு ஞாபகம் இருக்கா தெரியாது. ஃபர்ஸ்ட் இந்தியன் தாத்தால சில, because we didn't know that Senapati, we didn't know how big Senapati is going to become. That day we made a decision. Then Sujata sir and he sat and said, why did the old Senapati has a young Senapati has a mustache? They will ask this question, that there is a dialogue. டைலாக் இல்லை, இப்போ எனக்கு ஞாபகம் வருது என்னன்னா, எல்லாத்துக்குமே ஆப்ஷன் வச்சிருப்பேன். மீசையோடு எப்படி இருக்கும், மீசை இல்லாமல் எப்படி இருக்கும், அப்படிலாம் ஆப்ஷன் வச்சு எது நல்லா இருக்கோ அந்த மாதிரி ஃபிக்ஸ் ஆகும். எனக்கு ஞாபகம் இருக்கிற வரைக்கும் என்னன்னா, இந்த மீசை இல்லாமல் அது ஒட்டுறதுக்கு முன்னாடி வந்த சேனாபதியை பார்த்து அசந்துட்டோம். பயங்கரமா இருக்கு, எடுங்க தாட்டே போல இன்னொரு ஆப்ஷன் அந்த மீசை வச்சு பார்க்கணுன்ட்டு. ஸோ அப்படி எடுத்த மாதிரி தான் எனக்கு ஞாபகம் இருக்கு. அப்புறமா then they thought of it. அப்போ then they added a dialogue.
which is actually very emotional, where he says, I took off my mustache because it will poke you. Now I will kill you. That became very important part of the film. அது அந்த படம் கடைசியில பாத்தீங்கன்னா பையன் செத்ததுக்கு அப்புறம் மீசை வச்சிருப்பாரு லாஸ்ட் சீன்ல. ஸோ அந்த மீசை யூஸ் பண்ண மாதிரி இருக்கும், மீனிங்ஃபுல்லாகவும் இருந்தது. സാർ ഈ പറഞ്ഞതുപോലെ ഈ മേക്കപ്പിന്റെ ടൈമിങ് വളരെ കൂടുതലായിരുന്നു. ഗെറ്റപ്പ് കാണുമ്പോൾ അത് ഒരു ടൈമിങ് എങ്ങനെയായിരുന്നു സാർ? അതോടൊപ്പം തന്നെ മേക്കപ്പ് കഴിഞ്ഞ് അതൊന്ന് നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ ഒരു ടൈമിംഗ് ഉണ്ട്. അതെങ്ങനെയായിരുന്നു സാർ? No, it is like കേരളത്തിൽ വന്ന് തയ്യവും കഥകളിയും ചെയ്യുന്ന ഒരു സ്ഥലത്ത് അതേപ്പറ്റി പറയുന്നത്, you don't have to say. There are people who lie down and sleep while makeup is being made. That is the tradition of Kerala. Much before Hollywood, much before everything else. So here it was easy. I've seen my guru, Mr. T.K. Shanmugam, prepare for Abhayar a play for which he didn't make wealth overnight. But for a play, he'll come at 3:30 in the afternoon and he'll be ready at 6:30. It's for a stage and he'll do it every day. So avadekka padichu vanna aalana. That time is not of but you must see, it won't, the play will get over in 3.5 hours, but shooting will take 50 days for a normal film. If the Senapati character comes to the set only at 10 and has to leave by 3 or 4, because even if he stays, a makeup won't look good in camera. So that is the time space. So that is the most difficult logistic problem we had to face. It is not a sacrifice, because the kind of stardom and the success that a film can give an actor, anything is not too hard to do. So that is what I am trained to do. And this film, thanks to makeup technology, from 4 to 5 hours to 6 hours, it's now come down to 3.5 hours. First day it will be 5 hours, 5.5 hours, because we are still working. Some afterwards the time goes down. And for this film, I think for this part, I must have done about 70 days of work with makeup. But the director waiting and leaving the scene halfway because of makeup and catching it the next day, idakka tension aanu. But and logistically, Mara, Veil, COVID, accidents, every you will have to put it in the schedule, and we managed to do it with nearly 300-400 people helping us from various departments. കമൽ സർ, ഇതിൽ നമ്മുടെ പോസ്റ്ററിൽ തന്നെ നമ്മുടെ ഒരു കോമൺ മാൻ്റെ ഫിഗർ ഉണ്ട്, ലൈക്ക് ആർ.കെ. നാരായൺ കോമൺ മാൻ ഫിഗർ ഇസ് ദാറ്റ്. സോ അത് ഫിലിമിൽ ആക്ച്വലി ഇസ് ഇറ്റ് ലൈക്ക് അനിമേറ്റഡ് ക്യാരക്ടർ, വാട്ട് ഈസ് ഇറ്റ് ശങ്കർ സാർ? அது வந்து ஒரு ஆர்கே லக்ஷ்மணுடைய ரொம்ப ஃபேமஸ் கார்ட்டூன், இந்த காமன் மேன்ற கார்ட்டூனு. அந்த கார்ட்டூனிஸ் என்ன பண்ணுவாங்கன்னா, டெய்லி நாட்டில் என்ன நடக்குதோ அதை கொஞ்சம் காமிக்கலாகவும் சட்டைரிக்கலாகவும் ஒரு கார்ட்டூன் போடாது. அது ரொம்ப ஃபேமஸ். இப்போ நடுவில் இப்போ சில வருஷங்களாக அது வர்றதில்லைன்னு நினைக்கிறேன். ஸோ எனக்கு வந்து கதை சொல்கிறதுக்கு அந்த ஆர்கே லக்ஷ்மணுடைய அந்த காமன் மேன் கார்ட்டூன் வந்து ஒரு டூலாக பயன்படுத்தியிருக்கேன். இதில் வந்து 3D அனிமேஷனில் அந்த கேரக்டர், அது வெறும் கார்ட்டூன் தான், 2D நியூஸ் பேப்பரில் வந்தது. அதை வந்து ஒரு 3D அனிமேஷனாக கிரியேட் பண்ணி இந்த படத்தில் வந்து சில காட்சிகள் யூஸ் பண்ணியிருக்கேன். அதுக்கு வந்து அந்த பர்ஃபார்மன்ஸ் கேப்சர் அண்ட் மோஷன் கேப்சர், இது ரெண்டுத்துக்கும் நாங்கள் யூஸ் பண்ண ஆக்டர் யாருன்னு கேட்டிங்கன்னா ஆச்சரியப்படுவீங்க, குரு சோமசுந்தரம். என்ன ஒரு வண்டர்ஃபுல் ஆக்டர் பாருங்க. இதுக்கு முன்னாடி நான் வேற படத்துல சில கேரக்டர்லாம் கொடுத்தேன். அவர் வந்து ஸ்கிரிப்ட் கொடுங்கன்னு கேட்பாரு, சின்ன கேமியோ இருந்தால் கூட ஸ்கிரிப்ட் கொடுங்கன்னு கேட்பாரு. நான் ஸ்கிரிப்ட் கொடுத்துருவேன், படிச்சு பார்த்துட்டு அப்படியே யோசிப்பாரு, சரி சார் உங்களுக்கு திருப்தி இல்லைன்னா வேற ஏதாவது பண்ணலான்ட்டு. அந்த மாதிரி 2-3 படங்கள் பண்ணல அவர். ஆனா இந்த படத்துல அவர் முகம் வராதுன்னு தெரிஞ்சும்
இதை நான் பண்றேன்னு சொல்லி இன்ட்ரெஸ்ட் காமிச்சாரு. சச் அ டிஃப்ரெண்ட் அண்ட் வண்டர்ஃபுல் ஆர்டிஸ்ட். அவருடைய வாய்ஸ் வரும், அந்த காமன் மேனுடைய குரல் வந்து அவர் டப் பண்ணியிருக்காரு, அவரே தான். சூப்பர். கோபால் சார், கோபால் சார். ഇന്ത്യൻ ഫസ്റ്റില് AR റഹ്മാൻ സാറാണ് മ്യൂസിക് വന്നേക്കുന്നത്. ആൻഡ് ആഫ്റ്റർ ഇത്രയും 11 പ്രോജക്ട്സ് വർക്ക് ചെയ്തിട്ടുണ്ട് കൂടെ. അപ്പോൾ ഇപ്രാവശ്യം എന്താണ് അനിരുദ്ധിന് പ്രിഫറൻസ് കൊടുക്കാനുള്ള കാര്യം എന്താണ്? ஆக்சுவலாக வந்து 2.0 படம் முடிஞ்சிருச்சு. ஆனால் அதில் வந்து அந்த பேர்டு கேரக்டருடைய விஎஃப்எக்ஸ் அது சரியாக செட் ஆகலை. ஒரு விஎஃப்எக்ஸ் கம்பெனியில் கொடுத்தோம், அது சரியாக செட் ஆகலை. திருப்பி ஸ்க்ராட்ச்லேருந்து வேறு டிசைன் பண்ணி எக்ஸிக்யூட் பண்ண வேண்டிய ஒரு சுச்சுவேஷன் வந்தது. அதுக்கு வந்து அந்த கம்பெனி வந்து ஒரு 1 year கேட்டாங்க அந்த பேர்டை திருப்பி ரீக்ரியேட் பண்ணி ஃபைனல் ப்ராடக்ட் கொடுக்கறதுக்கு. அந்த 1 year எனக்கு வேலை இல்லை. ஏன்னா எனக்கு வந்து வீக்லி ஒன்ஸ் இல்லை ஒரு 2 நாள் 3 நாளைக்கு ஒரு தடவை ஒரு 1/2 hour அவங்க அனுப்புகிற ஷார்ட்டை பார்த்துட்டு அது நல்லா இருக்கா நல்லா இல்லையா, என்னுடைய ஃபீட்பேக் என்ன, கரெக்ஷன் என்ன, அது சொன்னால் போகிறோம். ஐ ஆம் ஃப்ரீ. அந்த டயத்தில் வந்து இந்தியன் ஸ்கிரிப்ட் ரெடி ஆகிடுச்சு. சார்கிட்ட சொன்னேன், சாருக்கு பிடிச்சிது, ஸ்டார்ட் பண்ணிடலான்னு சொல்லிட்டு ஃபெப்ரவரியில், அதாவது அந்த 2.0 ரிலீஸ் ஆனது வந்து நவம்பர், ஃபெப்ரவரியில் இந்தியன் 2 ஸ்டார்ட் பண்ணுறதா பிளான்லாம் பண்ணிட்டோம். அப்போ பார்த்தீங்கன்னா என் வேலை முடிஞ்சிருச்சு. ஆனால் ரஹ்மான் வந்து பேக்ரவுண்ட் ஸ்கோர் பண்ணிட்டு இருக்காரு, அப்போ தான் ஸ்டார்ட் பண்ணியிருக்காரு. இப்போ அதுவே ஒரு பெரிய பேர்டுன்னு நான் பண்ண படங்களே ரொம்ப கஷ்டப்பட்டு பண்ண எஃபர்ட் போட்டு பண்ண பேக்ரவுண்ட் ஸ்கோர் வந்து 2.0 தான். இப்போ அவர்கிட்ட போய் நீங்கள் இந்த படத்துக்கு ஒரு 5 சாங் கம்போஸ் பண்ணுங்கன்னா அவர் பயங்கர பேர்டன் ஆகிடும், கண்டிப்பாக ரொம்ப கஷ்டம். அதே நேரத்தில் இப்போ அனிருத் வந்து தொடர்ந்து அவருடைய மியூசிக்லாம் நான் கேட்டுக்கிட்டே வந்தேன். மெலடி சாங் ஆகட்டும், வெஸ்டர்ன் சாங் ஆகட்டும், இல்லை நம்ம மாஸ் சாங் ஆகட்டும், ரொம்ப இன்ட்ரெஸ்டிங்காக இருந்தது, ரொம்ப பிடிச்சிருந்தது. ஸோ இந்த மாதிரி சுச்சுவேஷனில் நான் ஐ தாட் ஐ ஷுட் கோ வித் அனிருத் ஃபார் தட் மூவி. So I'm connecting one more question. நீங்க எப்பவும் சோஷியல் இஷ்யூஸ் அண்ட் விஜிலன் தீம்ஸ் எப்பவும் ஃபோக்கஸ் பண்ணிட்டு இருக்குன்னு தோணுச்சு. So what is the reason behind that? மீன் சோஷியல் இஷ்யூஸ் படம் எடுக்கிறதா? Yeah. நான் மற்ற படமும் எடுத்திருக்கேன். காதலன் பார்த்தீங்கன்னா அது லவ் சப்ஜெக்ட் தான். ஜீன்ஸில் வந்து மருந்துக்கு கூட சோஷியல் இஷ்யூஸ் எதுவுமே இருக்காது. பாய்ஸ் எடுத்தேன், அப்புறம் எந்திரன் எடுத்தேன். எல்லா ஜானரும் பண்ணணுன்னு ஒரு இன்ட்ரெஸ்ட் இருக்குது. இன்னொன்று, நான் எப்போவுமே என்னை வந்து ஒரு ஆடியன்ஸாக தான் வச்சு படம் எடுக்கிறேன். ஐ மீன் காமன் மேனாக வச்சு தான் படம் எடுக்கிறேன். இப்போது நான் ஒரு ஒரு மிடில் கிளாஸ், லோயர் மிடில் கிளாஸ் பையனாக இருந்தப்போ நான் பார்த்த விஷயங்கள், என்ன அஃபெக்ட் பண்ண விஷயங்கள், நான் பாலிடெக்னிக்கில் சேரும்போது எனக்கு வந்து இன்கம் சர்டிஃபிகேட்டு, பர்த் சர்டிஃபிகேட்டு, கம்யூனிட்டி சர்டிஃபிகேட் இதெல்லாம் வாங்குறதுக்கு நான் கொஞ்சம் அலைஞ்சு கஷ்டப்பட்டேன். ஸோ அது வந்து மைண்டில் தங்கி போச்சு. நான் ஒரு ஃபிலிம் மேக்கர் ஆனதுக்கப்புறம் அதை நான் பிக்சரில் கொண்டு வந்து வச்சேன். ஏன்னா நம்ம வந்து லைஃப்லேருந்து தான் எடுக்கணும் படம். அதை லார்ஜர் தேன் லைஃப், அப்புறம் அவுட் ஆஃப் பாக்ஸ் திங்கிங்லாம் வேறு. பட் பேஸ் வந்து ஃப்ரம் லைஃப். அது என்னுடைய லைஃப், என் லைஃப் மட்டும் இல்லை, என் கூட படித்த பசங்க, பக்கத்து வீட்டில் எல்லாருமே தே ஆர் கோயிங் த்ரூ திஸ் இஷ்யூஸ். ஸோ அதனால் வந்து அந்த பாயிண்ட் ஆஃப் வியூவில் எடுக்கும்போது எனக்கு அந்த சோஷியல் இஷ்யூஸ்லாம் வந்து லைக் என்னால் ரிஃப்ளெக்ட் பண்ண முடியுதுன்னு நினைக்கிறேன். தேங்க்யூ சார். சார் கமல் சார், ஒரு ஃபன்னி क्वेश्चन ചോദിച്ചോട്ടെ? நீங்க நல்லவரா கெட்டவரா? நீங்க சொல்ற அதே பதில தான் நான் சொல்ல போறேன். நீங்க நல்லவரா கெட்டவரா? அதுக்கு என்ன மாதிரி பதில் நீங்க சொல்லுவீங்களோ அதே மாதிரி பதில் தான் சொல்வேன். இன்னும் கண்டுபிடிச்சு முடிக்கல, நான் டிசைட் பண்ணல. Sudhasu is a great artist, remembered even after his death. He died in a railway station. Someone went and identified his body and called me to tell. Now Sudhasu died in the streets. So this is the tragedy we must try to avert. I brought the story to another tragic end instead of a smile on all the faces. But these things also happen, and this is a happy moment that budget, talent, and distribution comes together. How many times does it happen in the film industry? So when it happens, let's celebrate it. And also remember how we have neglected great talents. That is why we are proud of Nedumudi Venu being in the film. Because Nedumudi Venu is, you could have made 10 films, 100 films with Nedumudi Venu as the lead man.
He is star material, but we kept him in character material. That is the truth. But Nedumudi Venu is capable of what all we can do and a little more. Dance കളിക്കണമെന്ന് പറഞ്ഞാൽ he will do it. I know, I've seen him do it. So that is the way it is. So I'm answering the long, giving you a long answer because the camp എടുത്തു പോയി. Because ഇനിയും Indian 3 ഉണ്ട്. So that is what I'm trying to defend. So can we have any new, anyone who would love to do? We'll have 2 more questions and we'll wrap it up. സർ, കമൽ സാറിനോടാണ്. ശങ്കർ സാറിനോട് പറയുണ്ടായി, കഴിഞ്ഞ 28 വർഷത്തിനുള്ളിൽ പല തവണ ഇന്ത്യൻ 2 ചെയ്യാൻ വേണ്ടിയിട്ട് ചിന്തിച്ചു. അതിൻ്റെ ഒരു കഥ ലഭിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടും ഒക്കെ അദ്ദേഹം പറഞ്ഞു. കമൽ സാറിനോടാണ്, ഈ കഴിഞ്ഞ 28 വർഷത്തിനുള്ളിൽ, അതായത് ഇന്ത്യൻ 1 ഇറങ്ങി അതിനുശേഷം എത്ര തവണ സാറ് ചിന്തിച്ചിട്ടുണ്ട് ഈ സേനാപതി എന്നുള്ള ഒരു ലെജൻഡറി ക്യാരക്ടറിനെ തിരിച്ച് സ്ക്രീനിലേക്ക് കൊണ്ടുവരാൻ? ഇല്ല, ഞാൻ ഡബിങ് സമയത്ത് ആദ്യം ഇന്ത്യൻ 1 സമയത്ത് ഇതിന്റെ സെക്കൻഡ് പാർട്ട് ചെയ്താൽ എങ്ങനെയായിരിക്കും. ബട്ട് ദാറ്റ് ടൈം ഇറ്റ് വാസ് എ സ്ട്രേഞ്ച് ഐഡിയ ആൻഡ് വി ഡിഡ്ന്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. ബട്ട് ദെൻ ആഫ്റ്റർ 28 years, unless the story is good, it is difficult to convince you. So that is where it started. That is where the first question started. And he thought of it, we thought of it, but we never dared to go near. Sometimes the product becomes bigger than us. Then he dared to come up with another story. Adi enikku ishtapettu. So we agreed. Njan ketappo 2 and 3 together. So I like the whole format. Now it has become another 3rd franchisee, which I am happy as far as I am sure Gopalan sir will also be happy. സിദ്ധാർത്ഥ്, ഇനി new വേറെ ആരെങ്കിലും ചോദിക്കാനുണ്ടോ?